കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ, ആ മുന്നണിക്കുള്ളിൽ കഴിഞ്ഞ 2 മാസക്കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിഭാസം എന്ന് പറയുന്നത് മുനമ്പത്തെ ഒരു പ്രാദേശിക വിഷയമായി കാണാനും മുനമ്പത്തെ 610 കുടുംബങ്ങളുടെ മാത്രമായ ഒരു വിഷയമായി ഇതിനെ മാറ്റാനും വലിയ ശ്രമം ഉണ്ടായി. എന്നോട് പാർട്ടി ആവശ്യപ്പെട്ടു. ഞാൻ ഈ വിഷയങ്ങൾ കൃത്യമായി പാർട്ടിയിൽ ഞാൻ നോട്ടായിട്ട് കൊടുത്തു. അതിനുശേഷം സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ സുരേന്ദ്രൻ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ഷോണെ എത്രയും പെട്ടെന്ന് മുനമ്പത്തെത്തണം. ശ്രീ നാരായണ നമ്പൂതിരി ഇപ്പോൾ ഉണ്ടായിരുന്നു, അദ്ദേഹത്തെയും പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റിനെയും കൂടി അവിടെ എത്തി നമ്മുടെ പിന്തുണ അറിയിക്കുക എന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ ചെന്നു, പാർട്ടിയുടെ പിന്തുണ അറിയിച്ചു. ഞങ്ങൾ പത്രസമ്മേളനം നടത്തി പാർട്ടിയുടെ ഔദ്യോഗികമായി പിന്തുണ അറിയിച്ചു പോന്നു. അപ്പോഴൊന്നും ഈ മുനമ്പം വിഷയത്തിന്റെ ഒരു ഗ്രാഫ് എനിക്കും സത്യം പറഞ്ഞ സാറേ മനസ്സിലായിരുന്നില്ല. പിന്നീട് ഒക്ടോബർ 14-ാം തീയതി നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, ഇപ്പൊ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കേരള നിയമസഭ ഒരു പ്രമേയം പാസാക്കി. എല്ലാ പത്രത്തിൻ്റെയും ഏറ്റവും മൂലയിൽ അടിവശത്ത് മാത്രമാണ് ആ പ്രമേയം വന്നത്. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ കേരള നിയമസഭ ഐക്യകണ്ഠേന പ്രമേയം പാസാക്കി. ഒക്ടോബർ 14-നാണ്. ഇവരോട് പ്രമേയം പാസാക്കാൻ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിട്ടില്ല, ഇവരോട് അഭിപ്രായം അറിയിക്കാൻ JPCയും ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ അവർ ഒരു പ്രമേയം പാസാക്കി കേന്ദ്ര സർക്കാരിന് കൊടുത്തു. ആ പ്രമേയത്തിന്റെ ഏറ്റവും അവസാനത്തിന്റെ മുകളിലത്തെ പാരഗ്രാഫ് സാർ വായിച്ചിട്ടുണ്ടാവും. വഖഫ് തത്വങ്ങൾക്ക് വിരുദ്ധമായ ഒരു നിയമനിർമ്മാണമായതിനാൽ ഇതിനെ പൂർണ്ണമായി തള്ളിക്കളയണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഞാനപ്പോ മുസ്ലിം പണ്ഡിതരായ ആളുകളോട് ഞാൻ ചോദിച്ചു, ഈ വഖഫ് തത്വം എന്താണ്? അപ്പൊ എന്നോട് എല്ലാം സാറും അങ്ങനെ ഒരു തത്വത്തെക്കുറിച്ച് അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു തത്വമില്ല. അപ്പൊ കേരള നിയമസഭ കണ്ടെത്തിയ ഈ പുതിയ തത്വം എന്താണ്? അതിനെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ വഖഫ് തത്വം എന്ന് ഉദ്ദേശിച്ചത് ശരീഅത്ത് നിയമത്തെയാണ്. അപ്പൊ കേരള നിയമസഭ ശരീഅത്ത് നിയമത്തിനെതിരായ ഒരു നിയമം പാസാക്കാൻ കേന്ദ്ര സർക്കാർ പോകുന്നു, അതുകൊണ്ട് അതിനെ ഈ സഭ എതിർക്കുന്നു എന്നാണ് ആ മീറ്റിങ്ങിൽ ആ സഭ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ആ പ്രമേയം കോപ്പി ചെയ്യാറാണ്, നിങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. അപ്പോ നമുക്ക് മനസ്സിലായി ഈ വിഷയത്തിൽ ഒരു വർഗത്തെ പ്രീണിപ്പിക്കുവാനായി മാത്രം ഇവർ നടത്തിയ ഈ രാഷ്ട്രീയ നാടകത്തെ കേരള സമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട് എന്ന് നല്ല ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ യുദ്ധത്തിന്റെ ആരംഭം. അത് ഇവിടുത്തെ മതമേലധ്യക്ഷന്മാരെയും സഭാ സംഘടനകളെയും സമുദായ നേതാക്കളെയും എല്ലാം ഈ വഖഫ് നിയമത്തിന്റെ ദോഷഫലങ്ങളെ കുറിച്ച് അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുവാനും കൃത്യമായി മനസ്സിലാക്കി കൊടുക്കുവാനും നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് ഈ സമരത്തിന്റെ വിജയമായി ഞാൻ കാണുന്നു. ഇവിടെ എന്തുകൊണ്ട് ഈ വഖഫ് ഭേദഗതി നിയമത്തെ ഇവർക്ക് കഴിഞ്ഞ കാലങ്ങളിലെ പോലെ എതിർക്കാൻ കഴിഞ്ഞില്ല? നമ്മുടെ മുമ്പിൽ കൺമുന്നിൽ ഒരു മുനമ്പം ഉണ്ടായത് കൊണ്ടാണ്. മുനമ്പം ഇല്ലായിരുന്നെങ്കിൽ ഈ വഖഫ് ഭേദഗതി നിയമത്തിൽ ഇന്ന് കേരളത്തിൽ വഖഫ് ഭേദഗതി നിയമം മൈനസ് മുനമ്പം കൃത്യമായി അത് മോഡിയുടെ ഒരു ന്യൂനപക്ഷ വിരുദ്ധതയായി തന്നെ മാറുമായിരുന്നു, ഒരു സംശയമില്ല. വഖഫ് ഭേദഗതി നിയമം മൈനസ് മുനമ്പം ഇല്ലായിരുന്നെങ്കിൽ ഇത് പൗരത്വ ഭേദഗതി നിയമം പോലെ മോഡി സർക്കാർ കൊണ്ടുവരുന്ന ഒരു ന്യൂനപക്ഷ വിരുദ്ധ നിയമമായി ഇതും വ്യാഖ്യാനിക്കപ്പെടുമായിരുന്നു. ഞാൻ പറഞ്ഞത് ബോധ്യപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു.